നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റഷീദ് പാറക്കൽ സാറാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുള്ളിയുടെ പാട്ടുകളും കവിതകളും സിനിമകളും നോവലുകളും. ഏകദേശം 14ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ മഴച്ചാറും ഇടവഴിയിൽ എന്ന് പറയുന്ന സോങ് പുള്ളി എഴുതിയിട്ടുള്ളതാണ്. പിന്നെ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള കുട്ടൻ്റെ ഷിനിഗാമി ആൻഡ് സെമീർ, അത് മറ്റേ അവാർഡ് ദേശീയ അവാർഡിൻ്റെ ഫൈനൽ റൗണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒട്ടനേകം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ MFO കോർപ്പറേഷൻ്റെ വൺ ഓഫ് ദി കസ്റ്റമറാണ്. നമുക്ക് കസ്റ്റമറോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് നമ്മളുമായി കണക്ട് ചെയ്തത് ആൻഡ് അവരെന്ത് പ്രശ്നമാണ് ഫേസ് ചെയ്തിരുന്നത്, അതിനെങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കൊടുത്തത് എന്നുള്ളതൊക്കെ. ശരിക്കാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നന്നായി പോകണം. അപ്പോൾ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് റീസെൻ്റ്ലി 1-2 തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് MFO കോർപ്പറേഷനെ കണക്ട് ചെയ്തത്? അതിപ്പോൾ നമ്മളിപ്പോൾ വലിയ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു 60% ജലമാണെന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് വളരെ അത്യാവശ്യമാണ്, നമ്മളെന്നും കുടിക്കുന്നതാണ്, നമ്മുടെ ആവശ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ്. നമ്മളെന്തും കുടിക്കും, അതിൽ മാത്രമേ നമ്മൾ ലാഭം നോക്കുള്ളൂ എന്നാണ് ഞാൻ. അപ്പോൾ കുറേ വൈകിട്ടാണെങ്കിലും നമുക്ക് തോന്നി ഇത് ശരീരത്തിലേക്ക് എപ്പോഴും ചെല്ലുന്ന ഈ വെള്ളം, അത് ഈ തിളപ്പിച്ചുള്ള വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ധാതുക്കളും ലവണങ്ങളും നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോൾ ഇപ്പോൾ ഇത് സംഘടിപ്പിക്കാം, നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പൈസേനേക്കാൾ ഉപരി അതിൻ്റെ നമുക്ക് ശരീരത്തിനുള്ള ഗുണം, അത് മൊത്തം കുടുംബത്തിന് അത്രയും സമയം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല, ആ മരുന്നിൻ്റെ കാശ് നമുക്ക് അധികം ചിലവാക്കേണ്ടി വരില്ല എന്നുള്ള അറിവ് വന്നപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഈ ഏരിയ കുറച്ച് പുഴയുടെ സൈഡായത് വാഴാനി ഡാമിൻ്റെ ഏരിയ ആണല്ലേ? പുഴയുടെ സൈഡായിരുന്നു. 2 തവണ വെള്ളം കയറി. വെള്ളപ്പൊക്കം ആദ്യത്തെ 2018 വെള്ളക്കയറ്റം വീടിൻ്റെ പകുതി വരെ പോയി, വെള്ളം കയറി. രണ്ടാമത് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു വെള്ളം കയറ്റുണ്ടായി. അപ്പോൾ കിണറ്റിൽ മുഴുവൻ എപ്പോഴും വെള്ളം, കിണറിനേക്കാൾ മൂടിയിട്ട് വന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയുന്നത്. നമ്മളിവിടെ ശരിക്കും വെള്ളത്തിൽ എന്ത് പ്രശ്നമാണ് നേരിട്ടിരുന്നത്? മണം, സ്മെല്ല്, അല്ലെങ്കിൽ കളർ വ്യത്യാസം, അങ്ങനെ ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ പുഴയുടെ തൊട്ടടുത്തായതുകൊണ്ടും അതിൻ്റെതായ കുറച്ച് കളറിൻ്റെ. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ടെസ്റ്റ് ചെയ്തു, അവർ വന്നിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മോശം പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അതാണ് നമ്മൾ ഇത്ര നാൾ കുടിച്ചിരുന്നത് എന്നുള്ള പ്രശ്നം. അപ്പോൾ നമ്മുടെ സുഹൃത്ത് വഴിയാണ് ഇപ്പോൾ അങ്ങനെ കണ്ടത്. പുള്ളി നമ്മുടെ കസ്റ്റമർ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു സ്കൂളിലൊക്കെ, അതിനുശേഷം ഈ അവർ നമ്മുടെ അടുത്ത് ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ബക്കർക്കല്ലേ? മനസ്സിലായി. അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ പറയുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും വലിയ പരസ്യം. മനസ്സിലായി. എന്നിട്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല സർവീസും കൂടിയാണ്. സർവീസ് ഇപ്പോൾ ഏകദേശം 24 വെച്ചതാണ്. അതെ, 25 കഴിഞ്ഞ് 26, 1.5 വർഷത്തോളമായി. കറക്റ്റ് ടൈമിന് വന്ന് വിളിച്ചാലൊക്കെ പെട്ടെന്ന് വന്ന് വരും. യെസ്, അത് തന്നെയാണ് എല്ലാ കസ്റ്റമറോടും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് സർവീസിലും നമുക്ക് ബെറ്റർ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇത്രയും സമയമായിട്ടും പ്രൊഡക്റ്റിനൊരു ഡിഫോൾട്ടും വന്നിട്ടില്ല. പ്രോപ്പർ ടൈമിൽ സർവീസ് മാത്രമേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതല്ലാതെ വേറെ സ്റ്റക്ക് ആവുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും, അതിൻ്റെ അഴുക്ക് മാറ്റുന്ന മറ്റേ യെസ് അതൊക്കെ മാറ്റിത്തരും. അതെ, അത് കാണാൻ പറ്റാറുണ്ടല്ലേ? ഒരുപാട് ചളി പിടിച്ചിട്ടുള്ള. അത് നമ്മളത് എത്ര സമയം കഴിഞ്ഞാൽ മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ ലാഭം നോക്കാതെ അത് ചെയ്യാന്നുള്ളതാണ്. RO ഫിൽറ്ററാണ്. ഏകദേശം 3.5 കൊല്ലം മുമ്പ് റഷീദ് നമ്മുടെ വെച്ചത്. ഇത് അക്വ ആൽഫ മോഡലാണ്. RO UV UF ആൽക്കലൈൻ വരുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു മെഷീൻ കൊണ്ട് സോൾവ് ആവുകയും ചെയ്തു. ആൻഡ് ഇപ്പോൾ 1.5 വർഷമായി സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് റഷീദൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത്. ആൻഡ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. ആൻഡ് റഷീദൊക്കെ അത് വെച്ചിട്ട് 1.5 വർഷമായി. എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്? ഇനിയും നമ്മളോട് കസ്റ്റമർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടും നിങ്ങളൊരു റിവ്യൂ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്താ പറയുക? പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള വെള്ളം ശുദ്ധിയായിട്ട് കിട്ടുന്നു എന്നുള്ളത് തന്നെ മനസ്സിനൊരു സമാധാനമല്ലേ? നമ്മൾ കുടിക്കുന്നത് നല്ല വെള്ളമാണ് എന്നുള്ളൊരു സമാധാനമുണ്ട്. പിന്നെ മറ്റുള്ളവിടത്തൊക്കെ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ, ഷിഗല്ല അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നു, വെള്ളം പരിശോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം. ഇവിടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, കാരണം ക്ലീനാക്കിയ വെള്ളം കുടിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്ത് ഇപ്പോൾ ആര് വന്നാലും നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ പോലും പൈപ്പിൽ നിന്ന് നിന്നാണ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. അപ്പോൾ വീട്ടിൽ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ ശരീരത്തിൽ അത് അഴുക്കില്ലാതെ വരുന്നൊരു വെള്ളം എന്നുള്ളൊരു അർത്ഥത്തിൽ. പിന്നെ ഇവിടെ ഈ എപ്പോഴും അഴുക്ക് വരുന്ന സമയമാണ്, വെള്ളം കയറും, കിണറ്റിലൊക്കെ വെള്ളം അഴുക്കാവും. അത് ടാങ്കിലേക്കൊക്കെ വെള്ളം പെട്ടെന്ന് ഇത് ഒഴുകുന്ന വെള്ളമാണ് വീടിന്റെ അടുത്തുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയാ സോഴ്സിലേക്കും വരും. അപ്പോൾ മാത്രമല്ല അത് ടാങ്കിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ടാങ്കിന്റെ അഴുക്ക് കണ്ടാൽ അറിയാം നമുക്ക്. അത് മാത്രമല്ല മറ്റുള്ള പൈപ്പുകളൊക്കെ ടാപ്പ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അഴുക്കിൻ്റെ ഒരു പ്രശ്നം അറിയാം. അപ്പോൾ അതില്ലാത്ത ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ മാത്രം നമ്മൾ ലാഭം നോക്കരുത്. എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അവിടെ നമ്മളത് ഇത്തരം ഒരുപാട് കോസ്റ്റ്ലിയായ പ്രൊഡക്റ്റ് ഒന്നും അല്ലല്ല, നമ്മളത് വാങ്ങി വെക്കുക എന്നുള്ളതാണ്. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റം കിട്ടും. കുറേ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാനും മരുന്ന് പിടിക്കാനുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. അതാണ് പോയിന്റ്. നമ്മൾ ആദ്യത്തെ ലാഭം നോക്കുക, ഇവിടെ ഇത്രയും കുറച്ച് പൈസ ആണെങ്കിൽ അടയ്ക്കേണ്ടതെന്നൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഇരട്ടി നമ്മൾ മറ്റൊരു വഴിയിലൂടെ അസുഖങ്ങൾ വന്ന് നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ. ആ ഒരു ബോധമാണ് നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ ചളി, മണം, നിറം എന്നുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് RO പ്യൂരിഫയർ ഉണ്ട്, വെസൽ ഫിൽട്രേഷൻ ഉണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും, വെള്ളം സംബന്ധിച്ചുള്ള എന്ത് പ്രശ്നമാണെങ്കിലും MF Aqua നമുക്ക് സോഴ്സ് ചെയ്തിരിക്കും ആൻഡ് സൊല്യൂഷൻ ചെയ്തിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. താങ്ക് യു.